أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. صدق الله العظيم. ഒന്നുകൂടെ നോക്കൂ. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. Okay. قل കുറേ പ്രാവശ്യം ആവർത്തിച്ചു വരും അല്ലേ ഖുർആനിൽ ഖുൽ നബിയെ പറയുക ചോദിക്കാന്ന് കേട്ടോ. അതുഅല്ലിമൂൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലമ യുഅല്ലിമു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ഇൽമു എന്നുള്ള അർത്ഥം അറിഞ്ഞു എന്നാണ് എന്താ പറയാ അലിമ അലിമ. അതിന് ആ ലാമിന് ശബ്ദം കൊടുത്ത അല്ലമാനായി അറിയിപ്പിച്ചു പഠിപ്പിച്ചു അതാണ് പഠിപ്പിച്ചു. അങ്ങനെ പല പദങ്ങളുണ്ട്. ഇപ്പൊ ദറസ പഠിച്ചു, ദറസ പഠിപ്പിച്ചു. അതായത് ദാരിസ് പഠിതാവ്, മുദരിസ് അധ്യാപകൻ. അതുപോലെ മുതഅല്ലിമ് വിദ്യാർത്ഥി, മുഅല്ലിമ് അധ്യാപകൻ. അതുപോലെ അങ്ങനെ മിക്കവാറും പദങ്ങളുണ്ട്. ഇപ്പോ ലറബ അടിച്ചു, വേറെ ആളുകളുടെ അടിച്ചു ലറബ എന്ന് പറയും, അലറബ എന്ന് പറയും. അപ്പം അറബി ഭാഷയിൽ ചില ഫെയിലുകള് ഒരക്ഷരം കൂട്ടിക്കൊടുത്താൽ അതിന് ചെയ്യിപ്പിച്ചു എന്നാണ് മനസ്സിലായത്. അതിന് ഭാഷയിൽ പ്രത്യേക പേര് ലാസിമും മുതഅദ്ദി എന്നൊക്കെ പറയും. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഗ്രാമറാണ്, പക്ഷെ അതിന്റെ ബേസ് ഇതാണ്. അലിമ അറിഞ്ഞു, അത് ലാസിമാണ്. ആ ഫീൽഡിലെ ലാസിമാണ് പറയുന്നത്, നമ്മൾ അറിഞ്ഞു. അല്ലമ പഠിപ്പിച്ചു. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും കടത്തി വിടുന്നത് അതിന് മുതഅദ്ദി എന്ന് പറയും. ലാസിമും മുതഅദ്ദി ബേസിക് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോ അതിനാണ് അതുഅല്ലിമൂന. അലിഫ് ഉണ്ടല്ലോ ഇവിടുത്തെ. ഈ അലിഫ് എന്താ? ആണോ? അതിന് അറബിയിൽ പേരുണ്ട്. എന്താ? ഇസ്തിഫ്ഹാം. അദാത്തുൽ ഇസ്തിഫ്ഹാം, അണ്ടർസ്റ്റാൻഡിങ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇംഗ്ലീഷിൽ പറയുന്നത് അതാണ്. അതുഅല്ലിമൂൻ നിങ്ങൾ പഠിപ്പിക്കുകയാണോ? അല്ലാഹനെ പഠിപ്പിക്കണോ? ബിദീനിക്കും നിങ്ങൾ ആരോടായി പറയണം? നേരത്തെ പറഞ്ഞ അറബികളോടാണ്. നിങ്ങൾ നിങ്ങളുടെ മതത്തെ അള്ളാഹുവിന് പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു, പക്ഷെ അള്ളാഹു ആകട്ടെ അറിയുന്നു. യഅലമു, അലിമ യഅലമു. മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളത്. നിങ്ങൾക്ക് ഒരു ദീനിനെ കുറിച്ച് ഇത്രയൊക്കെ അറിയുള്ളൂ, പക്ഷെ അള്ളാഹുവിന് എന്തറിയാം? ആകാശത്തിലുള്ള സകലതും അറിയാം. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും സകലതും അറിയാം. വല്ലാഹു, അള്ളാഹു ആകട്ടെ ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തെ കുറിച്ചും അലീം, നന്നായിട്ട് അറിയുന്നവരാണ്. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. വിശ്വാസം അവകാശപ്പെടുന്ന ഇവരോട് നബിയെ താങ്കൾ പറയണം എന്ന് പറയണ്ട. നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ? അള്ളാഹുവോ വാനഭുവനങ്ങളിലുള്ളതൊക്കെയും അറിയുന്നു. അവൻ സകല സംഗതികളിലും സൂക്ഷ്മജ്ഞനാണ്. മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത് ശരിക്കും. അതായത് എന്തെങ്കിലും ഒരു കുറച്ച് കാര്യം അറിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമുക്ക് എല്ലാം
എല്ലാം അറിയുന്നതാണ്. ഇത് മനുഷ്യന്മാരുടെ ഒരു പ്രശ്നമാണ്. സകല മനുഷ്യന്മാരുടെ കുറച്ചൊക്കെ വിവരം. അതുകൊണ്ടാണ് അഹങ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒട്ടും ഇഷ്ടമല്ലാതെ. എന്ന് മാത്രമല്ല, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ ലെവലേഷൻ, ഒരു അണുമണി തൂക്കമുള്ള ഹൃദയത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പോലെന്ന്. കാരണം അവൻ കുറച്ചറിയുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ്. അയാളെടുത്താലും അള്ളാഹുവിന്റെ അറിവായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു സൂചിയിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ തുമ്പത്ത് എത്ര വെള്ളം ഉണ്ടാവും സൂചിയുടെ, അത് മുഴുവൻ മനുഷ്യർക്കും കൊടുത്ത പ്രത്യേക നെയ്മാണ്. മൊത്തം മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത് വരാതിരിക്കുന്ന സകല മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ഈ ഇൽമിന്റെ ഒരു അറ്റോടെ ആ ഇൽമ വെച്ചിട്ടാണ് മനുഷ്യൻ അംഗീകരിക്കുക. നമ്മളൊന്ന് സ്പേസിൽ പോയി പിന്നെ സ്പേസ് ഷട്ടിൽ അങ്ങനെ വിട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മള് ലോകത്തിന്റെ എല്ലാം കീഴടക്കി എന്നൊരു കാഴ്ചപ്പാടാണ് മനുഷ്യർക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും സത്യവിശ്വാസിക്ക് ഒരു കുലുക്കുല എന്ന് പറയുന്നത് കാരണം. കാരണം എന്താ, ഇവരൊക്കെ ഈ പറയുന്ന ഇവരിപ്പോ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി, അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പൗരന്മാരല്ലാതാക്കി, എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാന്നാണ് അവർ വിചാരിച്ചാൽ ഇങ്ങനത്തെ എത്രയോ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ കൊലകൊമ്പന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെന്തൊക്കെ ശ്രമിച്ചു. കണ്ടില്ലേ കൊറോണ വൈറസ്. ചൈന എന്ന് പറയുന്നത് ലോകത്തെ സകല മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ചാര നെറ്റ്വർക്ക് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. ആഫ്രിക്കൻ യൂണിയൻ അവരൊരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുത്തു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കനിലെ എല്ലാ രാജ്യങ്ങളുടെ ഒരു യൂണിയനാണ്. അതിന്റെ നടുക്കൂടിയിട്ട് അവര് പിന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താണ്. ഫ്രീ ആയപ്പോ ആഫ്രിക്കൻ യൂണിയൻ പാവങ്ങളല്ല, പക്ഷെ അതിന്റെ അകത്തൊരു നെറ്റ്വർക്ക് സ്ഥാപിച്ചു, ചാര നെറ്റ്വർക്ക്. ഇപ്പൊ ഒരു സിൽക്ക് വേ ഉണ്ടാക്കുന്നുണ്ട്, പഴയ സിൽക്ക് റോഡ്. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ ഒക്കെ ചുറ്റിയിട്ട് അതിപ്പോ പുനർനിർമ്മിക്കുന്ന ചൈന ഉണ്ട്. എന്താ ചെയ്യണം, അത് കടന്നു പോകുന്ന സകല വഴികളിലും വാവേന്റെ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണില്ലേ, ഹുവായിന്റെ വാവേനാണ്. ഈ വാവേ ഫോൺ മാത്രമല്ല അവർ ഉണ്ടാക്കണം, പിന്നെ ഇതുണ്ടാക്കുന്നത് നെറ്റ്വർക്ക് ഉണ്ടാക്കണം, ടെലികോം നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലും UK ഭയങ്കര എഗെയിൻസ്റ്റ് ആണ് വാവേക്ക്. കാരണം എന്താ, ഇവരെവിടെ സ്ഥാപിച്ചോ അവിടെയൊക്കെ ചാര പ്രവർത്തനം നടത്തുന്നത്. ഇതിനൊക്കെ ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ലോകത്തെ മൊത്തം കീഴടക്കാൻ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആരും അധിനിവേശം നടത്തണ്ട. പഴയതുപോലെ ഇപ്പൊ ബ്രിട്ടൻ ഇന്ത്യയെ അധിനിവേശം നടത്തി, ഇതുപോലെ ഒരു സൈനിക ശക്തി കൊണ്ട് അധിനിവേശം നടത്തണ്ട. പിന്നെ സൈബർ വഴികളിലൂടെ നടത്താം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചു മുമ്പ് നമ്മളൊക്കെ വാട്സാപ്പിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതായത് ചൈനയിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ പിന്നെ അവര് ചെന്ന് നിൽക്കുമ്പോ തന്നെ വാതിൽ തുറക്കും. കാരണം എന്താ, ഫേസറൊക്കെ അത് വലിയ സംഭവമായിട്ടാണ് നമ്മളുള്ളത്. അത് അത്ര വലിയ സംഭവം അല്ല. ആ സംഭവം ഭയങ്കര അപകടമാണ്. കാരണം എന്താ, ചൈനയിൽ ഇപ്പൊ മനുഷ്യരെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ ഫേസ് റെക്കഗ്നിഷൻ ടെക്നോളജി വെച്ചിട്ടാണ്. ഒരുത്തന് എതിരെ എന്തെങ്കിലും ഒരു സംശയം ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നും പിടിക്കാം. ഏത് ആൾക്കൂട്ടത്തിൽ ഒരു വാൻ വന്ന്, ഇപ്പോ ചൈനയിലെ ഒരു സ്ഥലത്തിൽ പ്രകടനമോ അല്ലെങ്കിൽ ആളുകൾ കൂടെ നിൽക്കണമെങ്കിൽ അവിടെ ഒരു വാൻ വന്ന് അതിന്റെ മുകളിലുണ്ടാവും സാധനം, അപ്പൊ തന്നെ പോലീസ് ഓരോരുത്തർ പോകും. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഇതാണ്, ഈ NRC NPR പുരോഗമിച്ച് കഴിയുമ്പോൾ ഇത്തരം ബയോമെട്രിക് ഇൻഫർമേഷൻ വന്നിട്ട് നമ്മുടെ ആധാറിന്റെ നമ്മളെല്ലാവരും ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ എന്നിട്ട് സകല 10 വിരലുണ്ട്, കണ്ണുണ്ട്, ഫേസ് ഉണ്ട്, സകലതുണ്ട്. ഒരു എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു കേസിന്റെ പേരിലോ എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലോ പിന്നെ കാലാകാലത്തും അത് പോകാൻ പോണില്ല. അപ്പോഴൊക്കെ അതിന് പിന്നാലെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ വിവരങ്ങളാണ്. പക്ഷെ ഈ വിവരങ്ങളുടെ പുറത്ത് അഹങ്കരിക്കുന്നവരോട് നമ്മൾ പറയുന്ന സംഗതി, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം അറിയാവുന്ന സംഗതിയാണ്. ഒരൊറ്റ വൈറസ് അല്ലെ, കൊതുകിനെ പോലെ, കൊതുകാണെങ്കിൽ അതിനേക്കാളുണ്ട് കാണാൻ നമുക്ക് കൊതുകിനെ. ഇത് കൊതുകിനെ പോലെ കാണാൻ പോലും പറ്റാത്തൊരു വൈറസ് 1300 ചില പേര്, 1700 ചില പേര് കൊന്നു കഴിഞ്ഞു. 10,000 പേര് ഇൻഫെക്റ്റഡ് ആണ്. ഇതൊക്കെ അവരൊക്കെ കൊല്ലാൻ കൊണ്ടാണ്. ചിലരൊക്കെ ഫേക്ക് ആണ്, സിനിമയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ വളരെ ഫാക്ച്വലാണ് എന്ന് പറഞ്ഞാല് ബ്ലോക്ക് ചെയ്ത് ഒരു ഘട്ടത്തിൽ ഏറ്റവും പീക്ക് സമയത്ത് കുറെ ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേക നെറ്റ്വർക്കാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും
ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, മറ്റൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള സേഫ്റ്റി വാൽവ് വെച്ച് കൊടുത്തിരിക്കും. അപ്പൊ അതുകൂടെ കുറെ കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് അള്ളാഹു വിചാരിച്ചാല് വളരെ എളുപ്പം വല്ലാതെ ജുനൂദുസ്സമാവാത്തില്ല, ആകാശഭൂമിയിൽ പ്രത്യേകം സൈന്യം അള്ളാഹുണ്ട്. ആ സൈന്യത്തിന് ഇറക്കി വിടാൻ അള്ളാഹു പ്രശ്നം. ഇതിപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് വെച്ചാൽ ചിലപ്പോ ശിക്ഷ ആവാൻ വാങ്ങിക്കൊള്ളായിരിക്കില്ല. പക്ഷെ അള്ളാഹുവിനും അങ്ങനത്തെ ഒരു പണിയൊന്നുമില്ല. എന്ത് ആരെങ്കിലും ഒക്കെ തിരിഞ്ഞ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും പിടിച്ച് ശിക്ഷിക്കുന്ന പരിപാടിയില്ല. ഇനിയിപ്പോ മോഡി ഒന്നുകൊണ്ടിരിക്കില്ല. മോഡി പോട്ടെ, നമ്മളും തന്നെ നമ്മുടെ തെറ്റുകൾ കൊണ്ട് അത് നേരത്തെ നമ്മളെ ഇല്ലാണ്ടാക്കി കളയുന്നത്. പക്ഷെ ചെറിയ തെറ്റായിട്ട് വലിയ തെറ്റായിട്ട് സമയം കൊടുക്കില്ല. അത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. വല്ലാഹു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിന്നാസി ബിമാ കസബു ലഅജ്ജല ലഹും അൽഅദാബ്. നമ്മൾ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കാഫിൽ ഒന്നാണ്. അള്ളാഹു ഭയങ്കര കാരുണ്യമുള്ളവരാണ്. ഒരു ജനങ്ങളെ ഏതെങ്കിലും ഒരു ശിക്ഷയുടെ പേരിൽ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച ഒരു തിന്മയുടെ പേരിൽ അപ്പോഴേക്കെപ്പോഴും പിടിച്ച് ശിക്ഷിക്കാനുള്ള പരിപാടി അള്ളാഹു ഉണ്ടായിരുന്നെങ്കിൽ ശിക്ഷയൊക്കെ നടക്കാൻ ഭൂമിയിൽ പിന്നെ ആരും ഉണ്ടാവില്ല. കാരണം തെറ്റിയാത്താറുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നതൊക്കെ ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. അപ്പൊ അതിന്റെ ഗ്രേഡിലെ വ്യത്യാസമുള്ളൂ. മോഡി 40,000 പേരെ കൊന്നില്ല, 2,000 പേരെ കൊന്നുള്ള നോട്ടുണ്ട്. 40,000 പേരെ കൊന്നിട്ടുണ്ട് ഗുജറാത്തിൽ, 2,000 പേരെ ഒഫീഷ്യലുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ അയാളെ നമ്മളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ചെറിയ ചെറിയ തെറ്റുകളെ നമ്മളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചില്ല. എല്ലാവർക്കും അവസരമുണ്ട്. ഏതുവരെ നമുക്കൊരു അവധിയുണ്ട്. ഒരുപാട് പണം ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളെ അവധി എന്താവൂല, നീട്ടി കിട്ടൂല. അല്ലെ, കുറച്ച് പണം ഉള്ളതുകൊണ്ട് മാത്രം നമ്മളെ പെട്ടെന്ന് പിടിക്കുക. ഇത് രണ്ടും ഒരു അവധി നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. അവധി എത്താതെ ഈ മദീനയിലെ ആളുകൾ പറഞ്ഞു, നിങ്ങള് ഈ യുദ്ധത്തിന് പുറപ്പെടാതിരുന്നെങ്കിലേ ഇതുപോലെ പട്ടി ചാവണ പോലെ ചാവൂലായിരുന്നു കപടവിശ്വാസികൾ പറഞ്ഞു. അപ്പൊ അള്ളാഹു അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾ ഉപയോഗിക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിലും മരണം രേഖപ്പെട്ടവർ അവരുടെ ആ മരണം വിധിക്കപ്പെട്ട സ്ഥലത്തേക്ക് എത്തിപ്പെടുക ചെയ്യും. അതാണ് സുലൈമാന്റെ ഒരു കഥയുണ്ട്. അതായത് ഒരിക്കലും മലക്കുൽ മൗത്ത് വരുമ്പോ കഴിയാലോ, സദസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരാള് സുലൈമാനയുടെ ചാരത്തന്നെ ഇരിക്കുന്ന ആള് അയാളെ ഇങ്ങനെ വേറെ ആളെ നോക്കിയിട്ട് ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അപ്പൊ സുലൈമാനബിക്ക് മനസ്സിലായി എന്താ സംഭവം. അപ്പൊ ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോ സുലൈമാനബിയോട് ചോദിച്ചു, ഇതെന്താ ഇയാളിങ്ങനെ എന്നെ നോക്കാം? കാരണം മലക്കുൽ മൗത്താണ്, എന്നെ തന്നെ നോക്കണ്ട. അപ്പൊ ഞാനാണ് അടുത്തത്, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് കളയാന്ന് വിചാരിച്ചിട്ട് ഇയാളെ ചെയ്തു. പിന്നെ സുലൈമാൻ നബിയോട് പറഞ്ഞ് എന്നെ കാറ്റുകൊണ്ട് എടുത്തിട്ട് ഹിന്ദിൽ കൂടെ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ ആയിക്കോട്ടെ, ഹിന്ദാണ്, കഥാണല്ലോ. കഥ എന്ന് പറഞ്ഞ സംഭവം ചരിത്രമാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഈ കാറ്റിലൂടെ സുലൈമാനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് കാര്യമില്ല, മരണം അതാണെങ്കിൽ രക്ഷപ്പെടും. പക്ഷെ ഇപ്പൊ ഇവിടെയാണല്ലോ മലക്കുൽ മൗത്തുള്ളത്, എനിക്ക് അങ്ങോട്ട് പോയി രക്ഷപ്പെടാം, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞേക്കാം. അങ്ങനെ ഇയാളെ കാറ്റിനോട് എത്തിക്കൊണ്ട് അവിടെ മലക്കുൽ മൗത്ത് കാത്തിരിക്കണം വിളിച്ചു. അപ്പോ മലക്കുൽ മൗത്ത് തിരിച്ചിവിടെ സുലൈമാനെ വീട്ടിൽ ചോദിച്ചു, എന്താ സംഭവം? ഞാൻ അയാളെ നോക്കിയത് എന്തിനാന്നറിയോ? മലക്കുൽ മൗത്ത് മറുപടി, ഞാൻ അയാളെ നോക്കിയത് അള്ള എന്നോട് പറഞ്ഞത് ഇയാളെ ഇന്ത്യയിൽ പോയി പിടിക്കാനാണ്. ഇയാളെങ്ങനെ ഇവിടെ നിൽക്കണം? പിന്നെ എന്താ അള്ള എന്നോട് അവിടെ നിന്ന് പിടിക്കാൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും അള്ള പറഞ്ഞല്ലേ അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി നോക്കുമ്പോ അതാണ് അവിടെ. ഇതാണ് കഥ. ഇത് സംഭവം അങ്ങനെയാണ്. നമുക്ക് എവിടെയാണോ മരണം വിധിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യാം. ഇതാണ് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹ് കൊടുത്തിരിക്കുന്ന അജലും അങ്ങനെ തന്നെയാണ്. ബാക്കിയൊക്കെ മനുഷ്യന്മാർ ഇതിന്റെ ഇടയിലുള്ള കാട്ടിക്കൂട്ടലാണ്. ചിലര് 100 വർഷം ജീവിക്കും, ചിലര് 70 വർഷം ജീവിക്കും, ചിലര് 50 വർഷം. എന്തായാലും അടുത്തൊരു 100 വർഷം കൊണ്ട് ഇവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുണ്ടാവും. അല്ലെ, ആലോചിക്കാൻ ഇപ്പൊ 2120 ആവുമ്പോ ഇപ്പൊ ജീവിച്ചിട്ടുള്ള ഒരു മഹ്ലൂക്കും അപ്പൊ ഉണ്ടാവും, എല്ലാവരും പോയിട്ടുണ്ടാവും. പിന്നെ ഈ അതിർത്തിക്കാരുടെ അടിസ്ഥാനമുള്ള അപ്പൊ അതിർത്തി വേറെ വച്ചിട്ടുണ്ടാവും, വേറെ അമിത്ഷാന്ന് വന്നിട്ടുണ്ടാവും. അത് അമിത്ഷായിക്കോട്ടെ, ചിലപ്പോൾ ഒരു സുൽത്താനായിരിക്കും, അവരും ഇതേപോലെ തന്നെ ചെയ്യണ്ടാവും. ശരിക്കും ഈ ഇല്ലീഗൽ പൗരൻ, നിയമവിരുദ്ധ പൗരൻ എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനമുള്ള മനുഷ്യൻ എന്നുള്ളത് തന്നെ എന്താണ്? ഭൂമിയിൽ ജീവിക്കാൻ അങ്ങനെയാണ്. അവൻ അമേരിക്കയിലാവട്ടെ, ക്യൂബയിലാവട്ടെ, ചൈനയിലാവട്ടെ,
പൗരനാണ് എല്ലാവരും പൗരന്മാരാണ്. ഇവരാണ് പൗരത്വം തരാൻ. ഇവരുടെ പൗരത്വമാണ് നമുക്ക് വേണ്ടത്. ബേസിക്കലി മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ അള്ളാഹു പടച്ച ഓരോരുത്തരും ഈ ഭൂമിയിലെ ലീഗൽ പൗരന്മാരാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് താൽക്കാലികമായ വരയും താൽക്കാലികമായ കുറിയൊക്കെയാണ്. ഇതിനെയൊക്കെ മറികടക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഈ ഭൂമിയിൽ കടന്നു പോകാൻ. എങ്ങനെയായാലും ഒരു 100 വർഷം കൊണ്ട് പോകാവുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഈ ഒരു അറിവാണ് വാസ്തവത്തിൽ മനുഷ്യർക്ക് വേണ്ടത്. ഇതാണല്ലോ മനുഷ്യന്മാർക്ക് പറഞ്ഞത്, നിങ്ങളിപ്പോ വിശ്വസിച്ചു, ഞങ്ങൾ മുമ്പിനായി, ഞങ്ങൾ അതോടുകൂടി ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അള്ളാഹുവിനെ ദീൻ പഠിപ്പിക്കേണ്ട. മറിച്ച് ഈ ആകാശഭൂമികളുള്ള സകലതും അറിയുന്നവനാണ് അള്ളാഹു എന്നല്ല, എല്ലാറ്റിനെ കുറിച്ചും വളരെ സൂക്ഷ്മമായിട്ട് ആർക്കറിയാം? അതാണ് ആ ഒരു വിശ്വാസം മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും സമാധാനിക്കാൻ. അതാണ് അലാബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് പിന്നെ ഹൃദയങ്ങൾ സമാധാനമാവുക. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ടത് എപ്പോഴാണ്? അള്ളാഹുമായിട്ട് സംസാരിക്കുമ്പോഴാണോ? അതെവിടെയായിരിക്കും? അല്ലെ? അതിൽ തന്നെ എപ്പോഴാണ് ഏറ്റവും സമാധാനം കിട്ടുന്നത്? സുജൂദിൽ. കാരണം എന്താ? സുജൂദിൽ എന്താ സംഭവിക്കണം? നമ്മുടെ തലച്ചോറ് മുകളിലും ഹൃദയം, തലച്ചോറ് താഴെ ഹൃദയം മുകളിലുമാണ് അല്ലെ? അതാണ് ശരിക്കും സമാധാനം കിട്ടുന്ന അവസ്ഥ. എന്തുകൊണ്ടത്? അത് മാത്രമല്ല, രക്തപൊക്കം എന്നൊരു ശാസ്ത്രീയ വശമുണ്ട്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ തലച്ചോറിനെ, നമുക്ക് ചിന്തിക്കാൻ തന്ന തലച്ചോറിനെ നമ്മൾ അള്ളാഹുവിനെ കൊടുത്തിരിക്കുകയാണ്, അടിയറ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഹൃദയത്തെ നമ്മൾ മുകളിലേക്ക്, അതാണ് അള്ളാഹു തന്നിട്ടുള്ള. അള്ളാഹു ശരിക്ക് നമ്മളുടെ മിടിക്കാൻ തന്നിട്ടുള്ള ആ ഹൃദയത്തെ നമ്മൾ മുകളിലേക്ക്. വേറെ അർത്ഥങ്ങളുണ്ടല്ലേ, നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഇമോഷന് പകരം വെക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിയെ ഇമോഷനേക്കാളും താഴെ വെക്കുന്നു. ഹൃദയത്തിലല്ലേ ഇമോഷൻ ഉണ്ടാകുക? വൈകാരിക തലങ്ങൾ ഹൃദയത്തിലാണ്. പിന്നെ വിചാരം ഉണ്ടാകുന്ന എവിടെയാണ്? തലച്ചോറ്. വിചാരത്തെ നമ്മൾ വികാരത്തെക്കാളും താഴെ വെക്കുന്നു. ഈ ഒരു അവസ്ഥ നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും അലിയിച്ചില്ലാതാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത് സുജൂദിൽ കിടക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഒരടിമ തന്റെ നാഥനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമല്ല സുജൂദിലൊന്ന് കിടന്നാൽ തീരാത്ത ഒരു പ്രശ്നം നമുക്കില്ല. പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യണം? പെട്ടെന്ന് കടങ്ങ് പോലെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടാത്ത. അത് കിട്ടാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ ഏത് പ്രശ്നവും, എത്ര കപ്പൽ മുങ്ങിയ പ്രശ്നമായിക്കോട്ടെ, എത്ര ബിസിനസ് നഷ്ടപ്പെട്ട പ്രശ്നമായിക്കോട്ടെ, അതെല്ലാം തീരാൻ നമുക്ക് സുജൂദ് ചെയ്യാൻ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസാബഹു ശൈഉൻ ഫസിഅ ഇലാ സ്വലാത്ത്, എന്തെങ്കിലും ഒരു മനസ്സിന് അസ്വസ്ഥ ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ നബി എന്ത് ചെയ്യുന്ന നിസ്കാരത്തിലേക്ക് ഓടിക്കും. നമ്മൾ നിസ്കാരം വേഗം അതങ്ങനെ കഴിഞ്ഞോട്ടെ അല്ലെ, അതങ്ങനെ കഴിഞ്ഞു കിട്ടുമല്ലോ എന്നൊരു ചടങ്ങായിട്ട് നമുക്ക് നിസ്കാരം മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. ശരിക്കും വേണ്ടത് നിസ്കരിക്കാനൊരു ആവേശമാണ് വേണ്ടത്. എന്തിനാ? എന്റെ എല്ലാ പ്രശ്നവും മാറിയിട്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്ന ഒരു സംഗതി നമസ്കാരത്തിൽ വരണം എന്നൊരു ചിന്തന വേണം. അപ്പൊ ഈ ഒരു വിശ്വാസത്തിലാണ് നമുക്ക് ആ ആശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് യമുന്നു. മന്ന യമുന്നു എന്ന് പറഞ്ഞാല് ഔദാര്യമായിട്ട് എടുത്തു പറയാം. അവര് ഔദാര്യമായിട്ട് എടുത്തു നോക്കുന്നു. ആരെ കുറിച്ചായി പറയാൻ വേണ്ടും? അറാബികളെ കുറിച്ചാണ്. യമുന്നു അവരെ ഔദാര്യമായി എടുത്തു കാണിക്കുന്നു. അലൈക്ക, താങ്കളോട്. എന്ത്? അസ്ലമു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് വലിയ ഔദാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഞങ്ങളൊന്ന് ഇസ്ലാം സ്വീകരിച്ച് കിട്ടിയല്ലോ. പക്ഷെ അവരോട് പറയണം എന്ത്? ലാ തമുന്നു, നിങ്ങൾ ഔദാര്യമായിട്ട് എടുത്ത് കാണിക്കരുത്. അലയ്യ, എന്നോട്, ഇസ്ലാമക്കും. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് എന്നോട് വലിയൊരു ഔദാര്യമായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ബലില്ല, എന്നാൽ അള്ളാഹു യമുന്നു, അള്ളാഹു ഔദാര്യം കാണിക്കുന്നു. അലൈക്കും, നിങ്ങളോട്. അൻ ഹദാക്കും, നിങ്ങളെ നേർവഴി കാണിച്ചതിലൂടെ അള്ളാഹുവാണ് വാസ്തവത്തിൽ നിങ്ങളോട് ഔദാര്യം ചെയ്തത്. ലിൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് നേർവഴി കാണിച്ചു. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. മൊത്തർത്ഥമായിരിക്കും അത് ക്ലിയർ ആവും. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم من هداكم للإيمان إن كنتم صادقين. ഈ ജനം ഇസ്ലാം സ്വീകരിച്ചത് അവർ നിന്നോട് ചെയ്ത ഔദാര്യമായി എടുത്തു ഓതുന്നുണ്ടല്ലോ. അവരോട് പറയുക,
നിങ്ങളുടെ ഇസ്ലാം എന്നോട് ചെയ്ത ഔദാര്യമായി എടുത്തു പറയണ്ട. പ്രത്യുത നിങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുക വഴി അള്ളാഹു നിങ്ങളോട് ഔദാര്യം ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങൾ വിശ്വാസം ബാധിക്കുന്നതിൽ സത്യവാന്മാരാണെങ്കിൽ. നമ്മുടെ ആളുകൾക്കും ചില ധാരണയുണ്ട്. നമ്മള് നിസ്കരിച്ചു കഴിഞ്ഞാല് 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്ത പോലെ. ഒരു 30 നോമ്പ് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ചൊവ്വാലിന്റെ അവർക്കെല്ലാം ഹലാലാവും. കാരണം എന്താ, ഞാൻ അത്രക്ക് ത്യാഗം ചെയ്തേക്കാം. 30 ദിവസം നോമ്പ് പിടിച്ചു, 5 നേരം ഞാൻ നിസ്കരിച്ചു, ജുമ പോയി, പിന്നെ ബാക്കിയൊക്കെ എന്തോ ഒരു ഔദാര്യം അള്ളാഹ് പറയണ്. നിങ്ങളാ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തൗഫീഖ് ഉണ്ടായത്, നിങ്ങളാ ഇസ്ലാമിൽ പെട്ടെന്ന് അള്ളാഹ് നിങ്ങൾക്ക് ചെയ്തതാണ് ഔദാര്യമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചു. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാത്ത, ദീനിന്റെ വഴിയിൽ നടക്കാത്ത ആളുകളെ കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് നിങ്ങൾ മുസ്ലിങ്ങളായി എന്നുള്ളത്. അപ്പോ ശരിക്കും നമ്മൾ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹ് നമുക്ക് സ്വർഗം തരുന്നു എന്നതല്ല, പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് സ്വർഗം തരുന്നു എന്നുള്ളതാണ്. എത്ര നമ്മൾ പ്രവർത്തിച്ചാലും, ഞാൻ ഇടക്കിടക്ക് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. 100 കൊല്ലം ഈ ഭാഗത്ത് ചെയ്ത ഒരാളെ കുറിച്ച് അയാൾ അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ അയാളോട് അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നീ ഈ 500 കൊല്ലം ഈ ഭാഗത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകണോ, അതെ എന്റെ ഔദാര്യം കൊണ്ട് പോകണോ? 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ആള് പറഞ്ഞത് ഞാൻ 500 കൊല്ലം ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു കണ്ണെടുത്ത് അള്ളാഹ് കൊടുത്ത ഔദാര്യം ഒരു കണ്ണ്, അതെടുത്ത് വെക്കുമ്പോഴേക്കും ആ തുലാസാണ് കണ്ണിന് പോകുന്നത്. കാരണം എന്താ, നമ്മളൊന്ന് ആലോചിച്ചാൽ എന്റെ ശരിക്കും ആ കണ്ണിന്റെ ഒരു പ്രവർത്തനം ഇത്രയും മനോഹരമായിട്ട് അതൊന്നും പോകുമ്പോഴാണ് അതിന്റെ ബലം അറിയാം. ഇപ്പൊ ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ചെയ്തു കഴിഞ്ഞാല് എത്ര മരുന്ന് വേണം, എത്ര പരിശോധന വേണം, എത്ര സൂക്ഷിക്കണം നമ്മൾ. ഇതൊന്നും ഇല്ലാണ്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ഇല്ലാണ്ട് നമ്മുടെ ഹൃദയം അത് ചെയ്യാത്ത ആളുകൾ സുഖമായിട്ട് നടക്കണല്ലേ. ഒരു കിഡ്നി നമ്മളൊന്നും അറിയുന്നില്ല. 10 ലക്ഷം അരിപ്പുണ്ടെന്ന് പറയാം, 10 ലക്ഷം ഫിൽറ്റർ ആ ചെറിയൊരു സാധനത്തില്. അത് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ കൈ, കാല്, ഓരോ കോശങ്ങള്, ഓരോ നാഡീജനങ്ങള്, ഇതെല്ലാം കൂടി സംവിധാനിച്ച് ഇങ്ങനത്തെ ഇതൊക്കെ കൂടെ തൂക്കി വെച്ച് എത്ര കിട്ടും? നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം മൂലകങ്ങളെ കൂടെ തൂക്കിയെടുത്താൽ ഒരു 2200 രൂപയ്ക്കുള്ള മൂലകങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഓരോരോന്ന് സെപ്പറേറ്റ് എടുത്ത് അതിന്റെ പ്രവർത്തനം മറ്റൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വില. അപ്പൊ ഇതൊക്കെ ചെയ്തെന്ന് അള്ളാഹു എന്നിട്ടും നിങ്ങളെ സന്മാർഗത്തിലാക്കുന്നു എന്നത്, ആ സന്മാർഗത്തിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗം തരുന്നു എന്നുള്ളത് അവന്റെ ഔദാര്യമാണ്. അല്ല നിങ്ങൾ അവരോട് കാണിക്കേണ്ട വല്ല ഔദാര്യമല്ല ഈ നിസ്കാരം നോക്കുന്നു, ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഖുർആൻ ക്ലാസ്സിൽ പോകുന്നു, ഇതൊന്നും അതല്ല. അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഔദാര്യമാണ് അവൻ നിങ്ങളെ സന്മാർഗത്തിലാക്കിയത്. ഓക്കെ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യഅലമു, അവൻ അറിയുന്നു, ഗൈബ്, അദൃശ്യം അറിയുന്നു, അസ്സമാവാത്ത്, ആകാശങ്ങളെ അദൃശ്യം അവൻ അറിയുന്നു, വൽ അർള്, ഭൂമിയിലെ അദൃശ്യവും അവൻ അറിയുന്നു, വല്ലാഹു ബസീറുൻ, അല്ലാഹു വീക്ഷിക്കുന്നവനാണ്, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർള് വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു ആകാശഭൂമികളെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നു, നിങ്ങൾ ചെയ്യുന്നത് എന്തും അവന്റെ ദൃഷ്ടിയിലുണ്ട്. അല്ലാഹു നമ്മളെ കുറിച്ച് അശ്രദ്ധനാണ് എന്ന് വിചാരിച്ചാൽ അവിടെ തീർന്നു നമ്മുടെ സകല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വിശ്വാസികളോട് വിളിച്ചിട്ട്, നബീനോട് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത്, ലാ തഹ്സബന്ന, താങ്കൾ വിചാരിക്കരുത്, ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് താങ്കൾ വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അൽ-അബ്സാർ, അല്ലാഹു അവരെ ഒരു അവധി കൊടുക്കുകയാണ്. കണ്ണുകൾ കുഴിഞ്ഞു പോകുന്ന ഒരു ദിവസത്തിലേക്ക് അല്ലാഹു അവർക്ക് അവധി കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ അക്രമികൾ, ഇപ്പം ജാമ്യയിലെ വീഡിയോ കാണുമ്പോ ലൈബ്രറി കയറിയിട്ട് പട്ടികളെ കാണുന്ന പോലെ പോലീസിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ അക്രമികൾ ചെയ്തതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കരുത്. ഒരു സമയം എല്ലാവർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇവനാണെങ്കിൽ ഇവൻ ഇതേപോലത്തെ അക്രമത്തിൽ പെടുന്നതോ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി 10 ഇരട്ടിയോ 100 ഇരട്ടിയോ 70,000 ഇരട്ടിയോ പരലോകത്ത് അനുഭവിക്കുന്ന ഒരു സമയം വരാനുണ്ട്. നമ്മൾ ഒറ്റക്കല്ല, ഒരു നിലക്കും ഒറ്റയ്ക്കല്ല. ഒറ്റക്കാവുമ്പോ നമ്മൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെ നമുക്ക് ഈ ബോധം വരണം. എന്ത്? ഗൈബസ്സമാവാത്ത്, ആകാശ ഭൂമികളിലെ അദൃശ്യങ്ങൾ അറിയുന്ന ഒരു അല്ലാഹു
എന്റെ കാര്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം. പ്രാർത്ഥനയിൽ പറയുന്നത് നീയാണ് എന്റെ മേലുള്ള സൂക്ഷ്മ നിരീക്ഷകൻ. ആ ഒരു റഖാബത്ത് നമ്മുടെ മുകളിൽ ഉണ്ട് എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. ഇതാണ് റഖീബ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ബസീർ. ബസീർ എന്ന് പറയുന്നത് സൂക്ഷ്മമായി അറിയാം. എങ്ങനെ അറിയാം? അല്ലാഹു മനുഷ്യന്മാർക്കും കോടതിക്കും നിയമത്തിനൊക്കെ അറിയുന്ന ഒരു അറിവില്ല. അതെന്താ? നേരമാ നേരം. പക്ഷെ അള്ളാഹുവിന്റെ അറിവെന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവൃത്തി മാത്രമല്ല അറിയാം, പിന്നെയോ ആ ചെയ്ത പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം, അത് എന്തുദ്ദേശത്തിന് വേണ്ടി ചെയ്തു. ഇത് ദുനിയാവിൽ ആർക്കും അറിയാൻ പറ്റുമോ? ഒരാൾക്കും അറിയാൻ പറ്റില്ല. ഒരു കോടതിക്കോ ഒരാളെ കൊന്നു, കോടതി എന്ത് നോക്കുള്ളൂ? കൊന്നിട്ടുണ്ടോ, മറ്റൊരാൾ മരിച്ചിട്ടുണ്ടോ, ആയുധം കയ്യിലുണ്ടോ, ദൃക്സാക്ഷികളുണ്ടോ? ഉണ്ടെങ്കിൽ ഇവൻ കൊന്നു. പക്ഷെ അള്ളാഹുവിന് എന്തറിയാം? ഇവൻ എന്തിനു വേണ്ടി കൊന്നു, ആ കൊലയുടെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ അതിനുശേഷം ആ കൊലയ്ക്ക് ശേഷം എന്തൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിനും കൂടെ ഉത്തരവാദിത്തം ഇയാൾ പറയുന്നത്. അതുകൊണ്ടാ പറഞ്ഞ എല്ലാ ഭൂലോകത്ത് നടക്കുന്ന സകല കൊലകളുടെയും ഒരു ഭാവം ആർക്കെത്തും? കാബീലിലെത്തും. കാരണം കാബീലാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യനെ കൊന്ന് കാണിച്ചു കൊടുത്തത്. ഇത് മനുഷ്യന്മാർക്ക് പറ്റുന്ന പറയാണ്. ഒരാൾ നന്മ ചെയ്തു, ആ നന്മ ചെയ്തതിന്റെ ഉദ്ദേശം അല്ലാതെ ആ നന്മ ചെയ്തതിന്റെ ഫലമായിട്ട് ഭൂമിയിൽ പിന്നീട് ഉണ്ടാകുന്ന സകല നന്മകളുടെ പ്രതിഫലം കിട്ടും. എങ്ങനെയാ? അതിന്റെ പിന്നിലുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് അറിയാം. അതായത് സൂറത്ത് യാസീൻ നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? അവർ പ്രവർത്തിച്ചതും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ ഈ അറിവാണ് അള്ളാഹുവിന്റെ അറിവ്. അങ്ങനെ അറിവുള്ള അള്ളാഹുവിനെ കണ്ണു വെട്ടിച്ചിട്ടോ അവന്റെ കണ്ണിൽ പൊടിയിടാനോ സകല കള്ളക്കടത്തുകാരും ചെയ്തെടുക്കുകയാണെങ്കിൽ എന്താ? പോകുമ്പോ പള്ളിക്കുത്തി പൈസ രാവിലെ പോകുമ്പോ അത് മതവുമില്ല, എല്ലാ മതേതരമായിട്ടുള്ള സംഗതികളും. അമ്പലത്തിലെ ഭണ്ഡാറും പള്ളിയിലെ ഖജനാവും പള്ളിയിലെ മറ്റേ നേർച്ചക്കുറ്റി ഇവിടെയൊക്കെ ഇട്ടു പോകും. ഏത് ദൈവമാണ് കഴിയുന്നതെന്ന് അറിയില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സംഗതി അള്ളാഹു വേണ്ട. കാരണം ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആർക്കറിയാം? അള്ളാഹു. അത് പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പൊ 18 ആയത്തും ജംസാണ് സൂറത്തുൽ ഹുജറാത്തിലെ. ഓരോ ആയത്തിലും അതിൻ്റെതായ ഒരുപാട് ഖുർആനിലെ എല്ലാ ആയത്തും അങ്ങനെയുണ്ട്. പക്ഷെ ഈ സൂറത്ത് നമ്മൾ പഠിച്ചപ്പോൾ അതിലുണ്ടായത് ഇത്തരം സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, മനുഷ്യന്റെ പെരുമാറ്റങ്ങള്, ദീന്, വിശ്വാസം, കർമ്മം എല്ലാം വന്നു അല്ലെ? പ്രവാചകനോടുള്ള അനുസരണം, അദ്ദേഹത്തിന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു, പരിഹാസത്തെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞു. ഒരു വാർത്ത കേട്ടാൽ അത് പരസ്യപ്പെടുത്തരുത്, നിങ്ങൾ അത് പരസ്യപ്പെടുത്തുന്ന പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളുകളിൽ എന്താണെന്നറിയാം, നിജസ്ഥിതി എന്താണെന്നറിയാമെന്ന് പറഞ്ഞു. ഊഹാപോഹങ്ങളെ കുറിച്ച് പറഞ്ഞു, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, മനുഷ്യരൊക്കെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞു, അവരെ വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ആക്കി തിരിച്ച് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഹാർഡ് റീച്ചിങ് ആയിട്ടുള്ള ഓക്കെ. അപ്പോ ഇത്തരം എല്ലാ ഇങ്ങനത്തെ ഒരു സാമൂഹികവും വിശ്വാസപരവും അതുപോലെ പെരുമാറ്റപരവുമായിട്ടുള്ള എല്ലാ സംഗതികളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂറത്താണ്. കാണാൻ പഠിക്കാൻ ശ്രമിക്കുക, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് ഞാൻ 2 ആഴ്ച കാണിക്കും, പിന്നെ എന്താമോ അവസ്ഥ നടന്നൂടാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ക്ലാസ് നടത്താം. പക്ഷെ ഇതാണ് ആണ്ടിലൊരിക്കലും ഞാൻ എത്തുള്ളൂ. ശരി, അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ വിജയ ശ്രീലാളിതരാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്ന ഇത്തരം മാനുഷികമായ വിഷയങ്ങൾക്ക് വേണ്ടി സമരരംഗത്തുള്ള എല്ലാവരെയും അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അവർക്ക് അല്ലാഹു വിജയം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.